ഈ പാക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ഒരു ഐറ്റം റെഡിയാക്കാം. വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്ത് റെഡിയാക്കിയതിൽ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഫീൽ ചെയ്തൊരു റിസൾട്ടാണ് ഫൈനലി കിട്ടിയത്. ബോക്സസ് എല്ലാം ഒരു ഡ്രോയറിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഡിസൈനർ പേപ്പർ യൂസ് ചെയ്ത് കവർ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ റെഡിയാക്കുന്നത് ഒരു ഓർഗനൈസർ ആണെന്ന്. ഓർഗനൈസറിന്റെ ഷേപ്പിലേക്ക് മാറ്റാൻ ആവശ്യമായ ഫോം ബോർഡുകളും കൂടി കട്ട് ചെയ്തെടുത്തു. യൂസ് ചെയ്യുന്ന ബോക്സിന്റെ അളവിനനുസരിച്ചാണ് ഫോം ബോർഡ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് മെഷർമെന്റ്സ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. ഫോം ബോർഡും ഡിഫറെന്റ് ആയിട്ടുള്ള 2 ഡിസൈനർ പേപ്പർ യൂസ് ചെയ്ത് കവർ ചെയ്തെടുത്തു. നല്ല കട്ടിയുള്ള ഫോം ബോർഡാണ് ഞാൻ യൂസ് ചെയ്തത്. അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടുപെട്ടു. ഫോം ബോർഡിന് പകരം കാർഡ് ബോർഡ് യൂസ് ചെയ്താലും മതി. പിന്നെ ഡ്രോയർ എല്ലാം ചെറുതായെന്ന് ഡിസൈൻ ചെയ്തു. ഹോൾഡർ റെഡിയാക്കാനായി മാക്രോൺ ത്രെഡാണ് യൂസ് ചെയ്തത്. 3 പീസ് ത്രെഡ് യൂസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് എടുത്തു. ഹെയർ ഒക്കെ സെറ്റ് ചെയ്യും പോലെ തന്നെ. എന്നിട്ട് അതൊന്ന് ഡ്രോയറിൽ ടൈ ചെയ്ത് കൊടുത്തു. എല്ലാ ഡ്രോയറുകളും ഒരുപോലെ റെഡിയാക്കി വെച്ച ഫോം ബോർഡും ഡ്രോയറുകളും കൂടി അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുത്തു. B7000 ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തത്. 2 ദിവസം നല്ലതുപോലെ മിനക്കിട്ടു ഈ ഫൈനൽ ലുക്കിലെത്തിക്കാൻ. അപ്പോൾ ഈ ഡ്രോയറും അതിൻ്റെ ഐഡിയാസ് ഒക്കെ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.